നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് KTU സിഗ്നൽസ് ആൻഡ് സിസ്റ്റം 2019 സ്കീം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അതിൽ പാർട്ട് ബി സെക്ഷനാണ്. സോ പാർട്ട് ബി സെക്ഷനിലെ മോഡ്യൂൾ 1 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ക്വസ്റ്റ്യൻ നമ്പർ 11A നോക്കാം. ടെസ്റ്റ് ഇഫ് ദ ഫോളോയിങ് സിസ്റ്റംസ് ആർ സ്റ്റേബിൾ ആൻഡ് ടൈം ഇൻവേരിയൻറ്റ്. അപ്പം സ്റ്റെബിലിറ്റിയും ടൈം ഇൻവേരിയൻറ്റ് പ്രോപ്പർട്ടി ചെക്ക് ചെയ്യാനുള്ള സിസ്റ്റത്തിൻ്റെ ക്വസ്റ്റ്യൻ ആണിത്. സോ നമ്മൾ പഠിച്ചിട്ടുണ്ട് ലീനിയാരിറ്റി, ടൈം ഇൻവേരിയൻറ്റ്, കോസൽ, സ്റ്റേബിൾ, സ്റ്റാറ്റിക്, ഡൈനാമിക്, ഈ പ്രോപ്പർട്ടീസൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ ആ സിസ്റ്റം ക്ലാസിഫിക്കേഷനൊക്കെ നമ്മൾ പഠിച്ചു. അത് വെച്ചിട്ടുള്ള ഇപ്പോൾ ഇവിടെ രണ്ട് പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ രണ്ട് ക്ലാസിഫിക്കേഷൻ, സ്റ്റേബിലിറ്റിയും ടൈം ഇൻവേരിയൻ്റ് ആണോ എന്ന് മാത്രം നമുക്ക് ചെക്ക് ചെയ്യാൻ മതി. സോ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, y of n equal to cos of x of n, cos x of n, ഇതാണ് ക്വസ്റ്റ്യൻ. സോ ടൈം ഇൻവേരിയൻറ്റ് പ്രോപ്പർട്ടി തന്നെ ആദ്യം ചെക്ക് ചെയ്യാം. ടൈം ഇൻവേരിയൻറ്റ് പ്രോപ്പർട്ടി നമ്മൾ ചെക്ക് ചെയ്യുന്നത്, നമുക്ക് ഇൻപുട്ടിനൊരു ഡിലേ കൊടുക്കുന്നു. ഇഫ് ഇൻപുട്ട് ഈസ് ഡിലേഡ് ബൈ n, ഇൻപുട്ട് ഈസ് ഡിലേഡ് ബൈ n സെക്കൻഡ്സ്. സോ n എന്ന് പറയുന്നത് ഇവിടുത്തെ ആ ഒരു ടൈം ഡിലേ ആണ്, ക്യാപിറ്റൽ N വെച്ചിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദെൻ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് നമ്മൾ നോക്കുവാണ് n. ദെൻ ഔട്ട്പുട്ട് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് y of n, n. അന്നേരമുള്ള ഇൻപുട്ടിന് ഡിലേ കൊടുത്തിട്ടുള്ള ആ ഒരു സിസ്റ്റത്തിൻ്റെ ഔട്ട്പുട്ട് നമ്മളെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, y of n, n. സോ അത് ഞാൻ എഴുതാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് കോസ് ഓഫ് x of n മൈനസ് n. അപ്പോൾ എന്ത് ഫംഗ്ഷൻ ആയാലും അത് ഇപ്പം എക്സ് ഓഫ് n ആണ് ഇവിടുത്തെ നമ്മുടെ ഇൻപുട്ട് ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ഇതാണ് എക്സ് ഓഫ് n. അപ്പോൾ ആ ഒരു ടൈം വാല്യൂ ഇവിടെ n ആണ്, n മൈനസ് n, ഒരു മൈനസ് n കിട്ടാൽ മതി. ഇപ്പോൾ നമുക്ക് അപ്പോൾ സെയിം ക്വസ്റ്റ്യൻ തന്നെ ഇപ്പോൾ ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ കോസ് ഓഫ് എക്സ് ഓഫ് n സ്ക്വയർ ആണ് ക്വസ്റ്റ്യൻ എങ്കിൽ നമ്മളവിടെ ആ y of n, n ഫംഗ്ഷൻ എഴുതുമ്പോൾ കോസ് എക്സ് ഓഫ് n സ്ക്വയർ മൈനസ് n, ഒരു മൈനസ് n ഡിലേ അവിടെ അങ്ങ് കൊടുത്താൽ മതി. അതാണ് ഇൻപുട്ട് ഈസ് ഡിലേഡ് ബൈ. അപ്പോൾ ആ ഇൻപുട്ട് ഫംഗ്ഷൻ ഒരു ഡിലേ കൊടുക്കുന്നു. അപ്പോൾ അകത്തുള്ള ആ ഒരു ടൈം ഫംഗ്ഷൻ എന്തായാലും ജസ്റ്റ് ഒരു മൈനസ് ആ ഒരു ഡിലേ ടേം അവിടെ കൊടുത്താൽ മാത്രം മതി. നമ്മളത് ഓൾറെഡി അത് വീഡിയോയ്ക്കകത്ത് നേരത്തെ ഡിസ്കസ് ചെയ്ത ആ വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് എഴുതിൻ്റെ ആ ഒരു ടെക്നിക്ക്. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ. ദെൻ ഇഫ് ഔട്ട്പുട്ട് ഈസ് ഡിലേഡ് ബൈ n, if output is delayed by n, സോ ഔട്ട്പുട്ടിനാണ് ഡിലേ കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും ഡിലേ കൊടുത്തിട്ടാണ് രണ്ട് കണ്ടീഷൻസ് എഴുതുന്നത്. സോ അടുത്തത് ഔട്ട്പുട്ടിന് ഡിലേ കൊടുക്കുന്നു. ഔട്ട്പുട്ട് ഡിലേ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ സിസ്റ്റം ഇക്വേഷൻ, ഈ സിസ്റ്റം റെപ്രസെൻറ്റേഷനകത്ത് എല്ലാ n ടേംസിനെയും n-n വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുക. സോ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം, y of n-n ഈക്വൽ ടു കോസ് ഓഫ്, എവിടെയൊക്കെ n വരുന്നോ അവിടെ എല്ലാം n-n വെച്ച് റീപ്ലേസ് ചെയ്യുക. കോസ് ഓഫ് എക്സ് ഓഫ് n-n. ഇനി രണ്ട് ഇക്വേഷൻസും തമ്മിൽ കമ്പയർ ചെയ്യുക. അതായത് y of n, y of n-n, ഇത് രണ്ടും ഈക്വൽ ആണോ, അതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് നമ്മൾ നോക്കിയാൽ മതി. രണ്ട് ടേമും ഈക്വൽ ആണ്. സോ വി ക്യാൻ സേ y of n, n ഈക്വൽ ടു y of n-n. സോ ദിസ് ഈസ് ടൈം ഇൻവേരിയൻ്റ് സിസ്റ്റം. അപ്പോൾ ഇൻപുട്ടിന് ഡിലേ കൊടുത്താലും ഔട്ട്പുട്ടിന് ഡിലേ കൊടുത്ത് നമ്മൾ സിസ്റ്റം റെപ്രസെൻറ്റ് ചെയ്താലും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പോൾ അതൊരു ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റമാണ്. ടൈമിന് ഒരു ക്യാരക്ടറിസ്റ്റിക്സിനെ അതിന് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല. സോ നമുക്ക് തന്നെ ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റം എന്ന് പറയാം. ഇനി നമുക്കിതിൻ്റെ സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സ്റ്റെബിലിറ്റി, സോ ഇതൊരു ഒരു ആൻസറായി, ടൈം ഇൻവേരിയൻ്റ് ആണ്. അടുത്ത സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യാൻ നമുക്ക് ഒന്ന് രണ്ട് കേസസ് ഞാൻ പറഞ്ഞു, രണ്ട് രീതിയിൽ നമുക്ക് സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു LTI സിസ്റ്റത്തിൽ അനലൈസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് സ്റ്റെബിലിറ്റി ചെയ്യാം. അതല്ലെങ്കിൽ ഇൻപുട്ട് ഒരു ബൗണ്ടഡ് ഇൻപുട്ടായിട്ട് അസ്യൂം ചെയ്ത് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ LTI സിസ്റ്റത്തിൽ ചെയ്യുന്ന പോലെ എഴുതാൻ പോവാണ്. അപ്പോൾ നമുക്കറിയാം, ഫോർ സിസ്റ്റം ടു ബി സ്റ്റേബിൾ കണ്ടീഷൻ എന്തായിരുന്നു? ഫോർ സിസ്റ്റം ടു ബി സ്റ്റേബിൾ നമ്മുടെ കണ്ടീഷൻ എന്താണ്? ഒരു സിസ്റ്റത്തിൻ്റെ സ്റ്റെബിലിറ്റിയുടെ കണ്ടീഷൻ n ഈസ് ഈക്വൽ ടു -∞ to ∞. അത് ഡിസ്ക്രീറ്റ് ആണെങ്കിലാണ് mod of h of n ഷുഡ് ബി ലെസ് ദാൻ ഇൻഫിനിറ്റി.
ഇമ്പൾസ് റെസ്പോൺസിൻ്റെ വാല്യൂ അത് അബ്സല്യൂട്ട്ലി ഇൻറ്റഗ്രബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ അതൊരു ഫൈനൈറ്റ് വാല്യൂ കിട്ടണം. അപ്പോൾ ഇവിടെ നമുക്ക് y ഓഫ് n ഈസ് ഈക്വൽ ടു കോസ് എക്സ് ഓഫ് n ആണ് നമുക്ക് തന്നേക്കുന്നത്. അപ്പോൾ ഞാൻ ഇഫ് ഇൻപുട്ട് ഈസ് ഇഫ് എക്സ് ഓഫ് n ഡെൽ ഓഫ് n കൊടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒരു സിസ്റ്റത്തിൻ്റെ ഇൻപുട്ട് എക്സ് ഓഫ് n, അതിൻ്റെ ഔട്ട്പുട്ടാണ് നമ്മൾ y ഓഫ് n ആയിട്ട് പഠിച്ചിട്ടുള്ളത്. ഈ ഇൻപുട്ട് ഡെൽ ഓഫ് n കൊടുക്കുകയാണെങ്കിൽ ആ കിട്ടുന്ന ഔട്ട്പുട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇമ്പൾസ് റെസ്പോൺസ്. അപ്പോൾ ഞാൻ എക്സ് ഓഫ് എന്നിന് ഡെൽ ഓഫ് n കൊടുത്താൽ ആ കിട്ടുന്ന y ഓഫ് എന്നിനെ നമുക്ക് എച്ച് ഓഫ് n എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഇക്വേഷൻ ഇഫ് എക്സ് ഓഫ് n ഈസ് ഈക്വൽ ടു ഡെൽ ഓഫ് n, ആ y ഓഫ് എന്നിന് പകരം നമുക്ക് എച്ച് ഓഫ് n എന്ന് കൊടുക്കാം. കോസ് ഓഫ് എക്സ് എൻ, കോസ് എക്സ് ഓഫ് n എന്നാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. എക്സ് ഓഫ് n നമ്മൾ എന്തായിട്ടാണ് അസ്യൂം ചെയ്തേക്കുന്നത്? ഡെൽ ഓഫ് n ആയിട്ടാണ് അസ്യൂം ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ എച്ച് ഓഫ് എന്നിൻ്റെ ടേംസിൽ അതിനെ എക്സ്പ്രസ് ചെയ്തിട്ട് നമുക്ക് അനലൈസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ ഫോർ n ഈസ് ഈക്വൽ ടു 0, എന്നിന് 0 കൊടുക്കുന്നു. എന്നിന് 0 കൊടുക്കുമ്പോൾ എനിക്ക് എച്ച് ഓഫ് 0 എന്ത് കിട്ടും? കോസ് ഓഫ് ഡെൽ ഓഫ് 0. ഡെൽ ഓഫ് 0യുടെ വാല്യൂ നമ്മൾ പഠിച്ചിട്ടുണ്ട് 1 ആണ്. അപ്പോൾ ഇതിനെ കോസ് 1 എന്നും എഴുതാം. അപ്പോൾ കോസ് 1ൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. കോസ് 1ൻ്റെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അറൗണ്ട് 0.5 സംതിങ് 0.54 വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. ദെൻ n1 കൊടുക്കുക. n1 കൊടുക്കുമ്പോൾ നമുക്ക് എച്ച് ഓഫ് 1 കിട്ടും. ദാറ്റ് ഈസ് കോസ് ഓഫ് ഡെൽ ഓഫ് 1. ശരിക്കും ഡെൽ ഓഫ് 1 എന്ന് പറഞ്ഞാൽ 0 ആണ്, കാരണം ഡെൽ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നത് 0, ഡെൽ ഓഫ് 0ക്കാണ് 1 വരുന്നത്, ബാക്കി എല്ലാ വാല്യൂസും 0 ആണ്. അപ്പോൾ ഇത് കോസ് 0 ആവും. കോസ് 0 1 ആണ്. ദെൻ അടുത്ത നമ്മൾ ഏത് വാല്യൂ നോക്കിയാലും എച്ച് ഓഫ് 2 നോക്കിയാലും അത് കോസ് ഓഫ് ഡെൽ ഓഫ് 2 ആണ്, അത് കോസ് 0 തന്നെയാണ്, അതും 1 ആണ്. ദെൻ എക്സെട്ര നമ്മളിപ്പം -1 വാല്യൂ നോക്കുവാണെങ്കിലും അതും 0 ആണ്. ദാറ്റ് ഈസ് കോസ് ഓഫ് ഡെൽ ഓഫ് -1, ഡെൽ ഓഫ് -1ഉം 0 ആണ്, കോസ് 0 ആണ്, 1 ആണ്. സോ ഏത് വാല്യൂ നോക്കിയാലും എക്സെട്ര വാല്യൂസ് ഏത് നോക്കിയാലും നമുക്ക് 1 ആണ് കിട്ടുന്നത്. സോ നമ്മൾ അതിനെ സമ്മേഷൻ ചെയ്യുവാണെങ്കിൽ, സോ സമ്മേഷൻ ചെയ്യാൻ വേണ്ടിയാണ് ഇത്രയും കണ്ടുപിടിച്ചത്. സമ്മേഷൻ n ഈസ് ഈക്വൽ ടു -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി മോഡ് ഓഫ് എച്ച് ഓഫ് n എന്ന് പറയുമ്പോൾ -ഇൻഫിനിറ്റി മുതൽ ഇൻഫിനിറ്റി വരെ എന്നിൻ്റെ വാല്യൂസ് പോവാം. സോ എക്സെട്ര നമ്മൾ എച്ച് ഓഫ് -1 പ്ലസ് എച്ച് ഓഫ് 0 പ്ലസ് എച്ച് ഓഫ് 1 പ്ലസ് എച്ച് ഓഫ് 2 ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുവാണ്, പ്ലസ് എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി ഇങ്ങനെ പോവാണ്. സോ എക്സെട്ര എച്ച് ഓഫ് -1ൻ്റെ വാല്യൂ 1 ആണ്, എച്ച് ഓഫ് 0യുടെ വാല്യൂ 0.54 ആണ്, എച്ച് ഓഫ് 1ൻ്റെ വാല്യൂ 1 ആണ്, എച്ച് ഓഫ് 2ൻ്റെ വാല്യൂ 1 ആണ്, പ്ലസ് എക്സെട്ര. ഇതെല്ലാം കൂടെ നമുക്ക് സം ചെയ്താലും നമുക്ക് ആൻസർ ഇൻഫിനിറ്റിയെ കിട്ടും. കാരണം -ഇൻഫിനിറ്റി മുതൽ ഇൻഫിനിറ്റി വരെയുള്ള ആ വാല്യൂസിനെ എല്ലാം കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും. സോ നമുക്ക് കിട്ടിയേക്കുന്ന വാല്യൂ സമ്മേഷൻ ഓഫ് എച്ച് ഓഫ് n വാല്യൂ ഇൻഫിനിറ്റി ആണ്, ലെസ് ദാൻ ഇൻഫിനിറ്റി അല്ല, അല്ലെങ്കിൽ ഫൈനൈറ്റ് വാല്യൂ അല്ല കിട്ടിയിരിക്കുന്നത്, ഇൻഫിനിറ്റി ആണ് കിട്ടിയിരിക്കുന്നത്. സോ ദിസ് സിസ്റ്റം ഈസ് അൺസ്റ്റേബിൾ. അപ്പോൾ ഇതൊരു അൺസ്റ്റേബിൾ സിസ്റ്റമാണ്. സോ ഇത് അൺസ്റ്റേബിളുമാണ്, ടൈം ഇൻവേരിയൻറ്റുമാണ്. സോ രണ്ട് ആൻസേഴ്സും നമുക്ക് ഇവിടുന്ന് കിട്ടി, ടൈം ഇൻവേരിയൻറ്റ് ആൻഡ് അൺസ്റ്റേബിൾ സിസ്റ്റം. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എക്സ് ഓഫ് n ഈസ് ഈക്വൽ ടു y ഓഫ് n ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് n മൈനസ് എക്സ് ഓഫ് n മൈനസ് 1. മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. സോ സെക്കൻഡ് പാർട്ട്, y ഓഫ് n ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് n മൈനസ് എക്സ് ഓഫ് n മൈനസ് 1. ഈ ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ നമുക്ക് ടൈം ഇൻവേരിയൻറ്റ് ചെക്ക് ചെയ്യുകയാണ്. സോ ഇഫ് ഇൻപുട്ട് ഈസ് delayed by n, then output can be represented as y of n comma n which is equal to, നമ്മൾ പറഞ്ഞു ഇൻപുട്ടിന് ഒരു ഡിലേ കൊടുക്കണം. അപ്പോൾ രണ്ട് ഇൻപുട്ട് ടേംസ് എക്സിൻ്റെ ടേംസ് നമുക്ക് കാണാം, അതിന് ജസ്റ്റ് ഒരു ഡിലേ കൊടുക്കുക, ദാറ്റ് ഈസ് n മൈനസ് n, ഒരു -n കൊടുത്താൽ മതി, മൈനസ് ഓഫ് എക്സ് ഓഫ് n മൈനസ് 1 മൈനസ് n. അപ്പോൾ ഇങ്ങനെയാണ് ഡിലേ കൊടുത്ത് നമ്മൾ ഫസ്റ്റ് ഇൻപുട്ടിന് ഡിലേ കൊടുത്തുള്ള എക്സ്പ്രഷൻ എഴുതുന്നത്. അത് ഇക്വേഷൻ 1. ദെൻ ഇഫ് ഔട്ട്പുട്ട് ഈസ് ഡിലേഡ് ബൈ n, ഔട്ട്പുട്ട് ഈസ് ഡിലേഡ് ബൈ n, അങ്ങനെയാണെങ്കിൽ ആ ഇക്വേഷൻ എന്ത് വരും എന്ന് വെച്ചാൽ, ഈ നമ്മുടെ തന്നേക്കുന്ന സിസ്റ്റം ഇക്വേഷനകത്ത് എല്ലാ n ടേംസിനെയും n മൈനസ് n വെച്ച് റീപ്ലേസ് ചെയ്യുക. സോ y ഓഫ് n മൈനസ് n ഈക്വൽ ടു എക്സ് ഓഫ് n ഈസ് റീപ്ലേസ്ഡ് ബൈ n മൈനസ് n മൈനസ് എക്സ് ഓഫ് അഗെയിൻ n ഈസ് റീപ്ലേസ്ഡ് ബൈ n മൈനസ് n, പിന്നെ ഒരു -1 കൂടെ കിടപ്പുണ്ട്. സോ -1. സോ ഇക്വേഷൻ 2. അപ്പോൾ നമ്മൾ വീണ്ടും കമ്പയർ ചെയ്യുക, 1ഉം 2ഉം കമ്പയർ ചെയ്യുമ്പോൾ
രണ്ടും സെയിം എക്സ്പ്രഷൻ ആണ്. n മൈനസ് 1 മൈനസ് n എന്ന് എഴുതുന്നതും n മൈനസ് n മൈനസ് 1 എന്ന് എഴുതുന്നതും സെയിം ആണ്. സോ വി ക്യാൻ റൈറ്റ് y ഓഫ് n കോമ n ഈസ് ഈക്വൽ ടു y ഓഫ് n മൈനസ് n. രണ്ടും സെയിം ആയതുകൊണ്ട് നമുക്ക് പറയാം ടൈം ഇൻവേരിയൻ്റ് ആണ്. അത് നോട്ട് ഈക്വൽ ടു വരുന്ന കേസിലാണ് അത് വേരിയൻ്റ് ആവുന്നത്. സോ ദിസ് ഈസ് ഓൾസോ ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റം. ഇനി നമ്മൾ സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് സ്റ്റെബിലിറ്റി നമ്മൾ പഠിച്ചിട്ടുള്ള ആ ഒരു ഡെൽ ഇൻപുട്ട് കൊടുക്കാതുള്ള ഒരു കേസിൽ നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. സോ അസ്യൂം ബൗണ്ടഡ് ഇൻപുട്ട് കൊടുത്ത് ബൗണ്ടഡ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതൊരു സ്റ്റേബിൾ സിസ്റ്റമാണ്. സോ അത് വെച്ചിട്ടുള്ള ആ ഒരു കൺസെപ്റ്റ് വെച്ച് നമ്മൾ ചെയ്യാൻ പോവാണ്. സോ ബൗണ്ടഡ് ബിബോ സ്റ്റേബിൾ ആ കണ്ടീഷൻ വെച്ച് നമുക്ക് സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യാം. സോ അസ്യൂം ഇൻപുട്ട് ഈസ് ഫൈനൈറ്റ്. അപ്പോൾ ഇൻപുട്ട് ബൗണ്ടഡ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുവാണ്. ദാറ്റ് ഈസ് ഇൻപുട്ട് ഈസ് മൈനസ് ബി എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് ഓഫ് എൻ. സോ മോഡുലസ് ഓഫ് എക്സ് ഓഫ് എൻ ലെസ് ദാൻ ഇൻഫിനിറ്റി. സോ ഇൻപുട്ട് നമ്മൾ ബൗണ്ടഡ് ആണെന്ന് അസ്യൂം ചെയ്യുന്നു. അപ്പോൾ അതിനെ നമുക്ക് ഇങ്ങനെ അസ്യൂം ചെയ്യാം. ദാറ്റ് ഈസ് ഇൻപുട്ട് ഈസ് ബൗണ്ടഡ്. സോ നമുക്ക് ഇങ്ങനെ എഴുതാം, ഇൻപുട്ട് ബൗണ്ടഡ് ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് എക്സ് ഓഫ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എക്സ് ലെസ് ദാൻ ഇൻഫിനിറ്റി. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് എക്സ് ഓഫ് എൻ. അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഇൻപുട്ട് എന്താണ്? ഇൻപുട്ട് ബൗണ്ടഡ്. ഇതാണ് നമ്മുടെ അസംഷൻ. ഇൻപുട്ട് ബൗണ്ടഡ് ആണെങ്കിൽ ഔട്ട്പുട്ടും ബൗണ്ടഡ് ആയിരിക്കണം. സോ ഞാൻ ഔട്ട്പുട്ട് ബൗണ്ടഡ് ആണ്, ബൗണ്ടഡ് വാല്യൂ കണ്ടുപിടിക്കുവാണ്. മോഡുലസ് ഓഫ് ഐ ഓഫ് എൻ. മോഡുലസ് ഓഫ് ഐ ഓഫ് എൻ എന്ന് പറയുമ്പോൾ തന്നേക്കുന്ന സിസ്റ്റം എക്സ് ഓഫ് എൻ മൈനസ് എക്സ് ഓഫ് എൻ മൈനസ് 1 ആണ്. സോ അതിൻ്റെ മോഡുലസ് ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് എക്സ് ഓഫ് എൻ മൈനസ് എക്സ് ഓഫ് എൻ മൈനസ് 1. ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, മോഡുലസ് ഓഫ് എക്സ് ഓഫ് എൻ മൈനസ് മോഡുലസ് ഓഫ് എക്സ് ഓഫ് എൻ മൈനസ് 1. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുവാണെങ്കിൽ സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് എക്സ് ഓഫ് എൻ, ഇവിടെ നമ്മളത് ഫൈനൈറ്റ് ആണെന്ന് ബൗണ്ടഡ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. ആ ഫൈനൈറ്റ് വാല്യൂവിനെ ഞാൻ ബി എക്സ് വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് എക്സ് ഓഫ് എൻ അവർ നമുക്ക് ബി എക്സ് കൊടുക്കാം. ദെൻ മോഡുലസ് ഓഫ് എക്സ് ഓഫ് എൻ മൈനസ് 1. എക്സ് ഓഫ് എൻ ഫൈനൈറ്റ് ആണെങ്കിൽ എൻ മൈനസ് 1 എൻ മൈനസ് 2 എല്ലാ ടേംസും അത് ഫൈനൈറ്റ് ആയിരിക്കും. സോ നമുക്ക് ഇതിനെയും എന്തെന്ന് കൊടുക്കാം? ദിസ് ഈസ് ഓൾസോ ബി എക്സ് എന്ന് നമുക്ക് കൊടുക്കാം. സോ ഈ രണ്ട് ബി എക്സ് വാല്യൂസും സെയിം ആവണമെന്നില്ല. സോ മോഡുലസ് ഓഫ് എക്സ് ഓഫ് എൻ, മോഡുലസ് ഓഫ് എക്സ് ഓഫ് എൻ മൈനസ് 1 രണ്ടും ഫൈനൈറ്റ് വാല്യൂ ആണ്. സോ ദിസ് ക്യാൻ ബി ട്രീറ്റഡ് ആസ് എ ഫൈനൈറ്റ് വാല്യൂ. സോ നമുക്ക് എക്സ് ഓഫ് എൻ മൈനസ് 1 എല്ലാം ഫൈനൈറ്റ് ആയതുകൊണ്ട് നമ്മുടെ മോഡുലസ് ഓഫ് എക്സ് ഓഫ് എന്നും ഫൈനൈറ്റ് ആണ്. സോ വിച്ച് ഈസ് ലെസ് ദാൻ ഇൻഫിനിറ്റി. സോ ദ സിസ്റ്റം ഈസ് സ്റ്റേബിൾ. സോ ഇങ്ങനെ നമുക്ക് ഇത് സ്റ്റേബിൾ കണ്ടീഷനാണ് അല്ലെങ്കിൽ സ്റ്റേബിൾ സിസ്റ്റമാണ് നമുക്ക് അനലൈസ് ചെയ്യാം. സോ ഈ രീതിയിലാണ്. സോ ദ സിസ്റ്റം ഈസ് ടൈം ഇൻവേരിയൻറ്റ് ആൻഡ് സ്റ്റേബിൾ. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പോൾ ഇതൊരു 8 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ദാറ്റ് ഈസ് 11B. രണ്ടും 11A ആൻഡ് 11B രണ്ട് സബ് ക്വസ്റ്റ്യൻസ് ആണ്. സോ 11B നോക്കാം. എനർജി ആൻഡ് പവർ സിഗ്നൽ ചെക്ക് ചെയ്യാനുള്ളതാണ്. ക്ലാസിഫൈ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ എനർജി ആൻഡ് പവർ സിഗ്നൽ. സോ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നോക്കാം. എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു 0.8 റേസ് ടു എൻ യു ഓഫ് എൻ. അപ്പോൾ ഇതെല്ലാം ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസ് ആണ് തന്നിരിക്കുന്നത്. അപ്പം നമുക്കിതിൻ്റെ എനർജി ആദ്യം കണ്ടുപിടിച്ച് നോക്കാം. എനർജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് സമ്മേഷൻ എൻ ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് എക്സ് ഓഫ് എൻ ദ ഹോൾ സ്ക്വയർ. സോ ഇവിടെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എൻ ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് 0.8 റേസ് ടു എൻ യു ഓഫ് എൻ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ദെൻ ഇതിനെ നമ്മൾ ചെയ്യുമ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ എൻ ഈസ് ഈക്വൽ ടു യു ഓഫ് എൻ നമുക്ക് റീപ്ലേസ് ചെയ്യാം, 0 ടു ഇൻഫിനിറ്റി ആകാം. യു ഓഫ് എൻ്റെ വാല്യൂ 1 ആവുന്നത് 0 മുതൽ ഇൻഫിനിറ്റി വരെയാണ്. അത് വരച്ച് നോക്കുക. എലിമെൻ്ററി സിഗ്നൽസ് നമ്മൾ പഠിച്ചപ്പോൾ യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ പഠിച്ചു. സോ 0 ടു ഇൻഫിനിറ്റി ആണ് അത് 1 ആവുന്നത്. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 0.8 റേസ് ടു എൻ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. സോ ഇതിനെ ശരിക്കും 0.8 the whole square, 0.8 the whole square, that is summation n is equal to 0 to infinity 0.8 raised the whole square, the whole raised to n എന്ന് എഴുതാം. 0.8 നമ്മൾ സ്ക്വയർ 8 സ്ക്വയർ എന്ന് പറയുമ്പം 64 ആണ്.
സോ ഇതിൻ്റെ ആൻസർ 0.64 ദ ഹോൾ റേസ് ടു n എന്ന് നമുക്ക് എഴുതാം. സോ ഇതിൻ്റെ വാല്യൂ എന്താണ്? ഇവിടെ സമ്മേഷൻ 0 to infinity a raised to n, a എന്ന് പറയുന്നത് <1 ആയിരിക്കണം. ഇത് <1 വാല്യൂ ആണ്. സോ നമുക്ക് ഈസി ആയിട്ട് ഇതിനെ 1/1 - a എന്ന് എഴുതാം. GP ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ 1/1 - 0.64. ഈ ഒരു വാല്യൂ <1 ആയിരിക്കണം. സോ ആ രീതിയിൽ നമുക്കിതിൻ്റെ ആൻസർ നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് 1/1 - 0.64. അപ്പോൾ ഇവിടെ 0.36 എന്ന് കിട്ടും. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുക. ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 1/0.36. സോ എനർജി വാല്യൂ ഒരു ഫൈനൈറ്റ് വാല്യൂ കിട്ടി. ദെൻ നെക്സ്റ്റ് പവർ കണ്ടുപിടിക്കുക. പവർ വാല്യൂ എന്ന് പറയുമ്പോൾ ലിമിറ്റ് n tends to infinity 1/2n plus 1 summation n is equal to minus n to n modulus of x of n the whole square. x of n the whole square. So ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ലിമിറ്റ് n tends to infinity 1/2n plus 1 summation n is equal to, അപ്പോൾ ഞാനിവിടെ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. സോ 0.8 raised to n u of n the whole square എന്ന് വരും. 0.8 raised to n u of n the whole square. സോ minus n to n. സോ ഇവിടെ ഞാൻ ലിമിറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ n tends to infinity 1/2n plus 1. ഇവിടെ ലിമിറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ u of n-ന് പകരം 0 to n എന്ന് കൊടുക്കാം. 0 to n ഇവിടെ എന്ത് വരും? 0.64 raised to n. കാരണം ഇത് n വരെ പോകുന്നുള്ളൂ. നേരത്തെ ഇൻഫിനിറ്റി വരെ പോകുന്നുണ്ടെങ്കിൽ ഇവിടെ n വരെ ഉള്ളൂ. സോ 0 മുതൽ n വരെ ആയിരിക്കും ഇത് പോകുന്നത്. സോ ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ. സോ ലിമിറ്റ് n tends to infinity 1/2n plus 1. ഇവിടെ നമ്മളൊരു അപ്പം ഇവിടെ ഓർത്ത് വെക്കേണ്ട രണ്ട് റിലേഷൻസ് ഇതാണ്. സമ്മേഷൻ n is equal to 0 to infinity a raised to n എന്ന് പറഞ്ഞാൽ 1/-a എന്ന് എഴുതാം. a <1 ആണ്. Then summation n is equal to 0 to n a raised to n ആണെങ്കിൽ 1 - a raised to n plus 1/1 - a. അപ്പോൾ ഈ രണ്ട് റിലേഷൻസ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ ഞാൻ 0 to n ആയതുകൊണ്ട് ഞാൻ 1 - a raised to, a എന്ന് പറയുന്നത് 0.64 raised to n plus 1/1 minus 0.64 എന്ന് വരും. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇവിടെ 1/2n plus 1, 2n plus 1 ഇവിടെ ക്യാൻസലായി പോവില്ല. സോ നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഇവിടെ ഒന്നും ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. സോ n-ന് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ 1/∞. സോ ആൻസർ 0 എന്ന് കിട്ടും. സോ എനർജി ഫൈനൈറ്റ്, പവർ 0. സോ ദിസ് ഈസ് എനർജി സിഗ്നൽ. എനർജി ഫൈനൈറ്റും പവർ വാല്യൂ 0 കിട്ടിക്കഴിഞ്ഞാൽ ദിസ് സിഗ്നൽ ഈസ് എനർജി സിഗ്നൽ. ഇങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യുന്നത്. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. u of n minus u of n minus 10. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ. So x of n is equal to u of n minus u of n minus 10. അപ്പോൾ രണ്ടും u ഫംഗ്ഷൻ അല്ലെങ്കിൽ r ഫംഗ്ഷൻസ് ഒക്കെ വരുവാണെങ്കിൽ അതങ്ങ് വരച്ച് നോക്കുക. u of n ഞാൻ വരച്ചു. ദിസ് ഈസ് u of n 0 1 2 3 4 5 എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി. ഇതിൻ്റെ വാല്യൂ 1 ആണ്. സോ ദിസ് ഈസ് u of n. u of n മൈനസ് 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിഫ്റ്റ് ദ സിഗ്നൽ u of n 10 യൂണിറ്റ്സ് ടു ദ റൈറ്റ്. അപ്പോൾ 0 1 ദെൻ 2 എക്സെട്ര. ഈ സിഗ്നൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 10-ലായിരിക്കും. സോ 10 നിന്നാണ് അടുത്ത 1 പോകുന്നത്. സോ 10 11 12 അതുവരെ ഇത് 0 ആയിരിക്കും. സോ 9-ലൊക്കെ 0 ആയിരിക്കും. 11 12 എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി. സോ ഇതാണ് നമ്മുടെ n പോകുന്നത്. അതിൻ്റെ വാല്യൂ 1 ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ 6-ലും 7-ലും 10-ലും ഒക്കെ 1 ആണ്. 10 എക്സെട്ര എല്ലായിടവും 1 ആണ്. സോ നമ്മൾ ഇതിനെ രണ്ടിനെയും കൂടെ സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ സോ ദിസ് ഈസ് u of n minus 10. സോ നമുക്കിത് രണ്ടും കൂടെ സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന സിഗ്നൽ എന്ന് പറയുന്നത് ഇത് 0 മുതൽ 10 അല്ലെങ്കിൽ 0 മുതൽ ഇൻഫിനിറ്റി വരെ 1 ആണ്. ഇവിടെ നോക്കുവാണെങ്കിൽ 0 മുതൽ 9 വരെ 0 ആണ്. സോ ഇത് സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ 10 വരെ 1 ആണ്. ഇവിടെ 10-ലാണ് 1 ആവുന്നത്. 10 തൊട്ടാണ് 1 ആവുന്നത്. സോ സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0 മുതൽ 9 വരെയാണ്. സോ 0 1 2 3
4, 5, 6, 7, 8, 9. സോ 0 മുതൽ 9 വരെയുള്ള ഒരു സിഗ്നൽ ആയിരിക്കും. കാരണം 10ലെ വാല്യൂ എത്തുമ്പോൾ അത് 0 ആയി പോകും. സോ ഇങ്ങോട്ട് വാല്യൂ ഇല്ല. സോ 0 മുതൽ n വരെയുള്ള സിഗ്നൽ, 0 മുതൽ ഈ 9 വരെയുള്ള സിഗ്നലായിട്ടായിരിക്കും നമുക്കിതിനെ കിട്ടുന്നത്. സോ ദിസ് ഈസ് u of n മൈനസ് u of n മൈനസ് 10. ഇനി നമുക്ക് എനർജി ഇക്വേഷനിലേക്ക് പോവാം. എനർജി ഇക്വേഷൻ എന്ന് പറയുന്നത് ലിമിറ്റ് സമ്മേഷൻ n is equal to minus infinity to infinity mod of u of n minus u of n minus 10 the whole square. mod of x of n the whole square ആണ്. അപ്പോൾ ആ വാല്യൂ കൊടുത്തു. അപ്പോൾ u of n മൈനസ് u of n മൈനസ് 10 നമ്മളിവിടെ ഇവാലുവേറ്റ് ചെയ്തു. 0 മുതൽ 9 വരെ ഉള്ള സിഗ്നലാണ്, അതിൻ്റെ വാല്യൂ 1 ആണ്. സോ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? സമ്മേഷൻ n is equal to 0 to 9 1 എന്ന് കൊടുക്കാം. ഇതിന് 1 സ്ക്വയർ. സോ ഇത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ആൻസർ എത്രയാണ് വരുന്നത്? 0 മുതൽ 9 വരെ ആഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ആൻസർ കിട്ടുന്ന 1 പ്ലസ് 1 പ്ലസ് എക്സെട്ര അങ്ങനെ 10 ടൈംസ് നമ്മൾ ആഡ് ചെയ്യുക. സോ ഇതിൻ്റെ ആൻസർ 10 എന്ന് കിട്ടും. സോ എനർജി എനിക്ക് 10 കിട്ടി. ദെൻ പവർ നമ്മൾ നോക്കുകയാണെങ്കിൽ പവറിൻ്റെ ഇക്വേഷൻ ലിമിറ്റ് n tends to infinity 1 by 2n plus 1 summation n is equal to minus n to n mod of u of n minus u of n minus 10 the whole square എന്ന് കിട്ടും. ദെൻ ഇവിടെയും നമുക്ക് സമ്മേഷൻ ലിമിറ്റ് n tends to infinity 1 by 2n plus 1 സമ്മേഷൻ ഇവിടെയും നമുക്ക് 0 മുതൽ 9 വരെയാണ് നമ്മുടെ ഈ ഫംഗ്ഷൻ പോകുന്നത്, 1 സ്ക്വയർ എന്ന് കിട്ടും. സോ ലിമിറ്റ് n tends to infinity 1 by 2n plus 1 ഇൻറ്റു ഇതിൻ്റെ വാല്യൂ എത്രയാണ്? 10 ആണ്. ദെൻ ഇവിടെ ക്യാൻസലേഷൻ ഒന്നുമില്ല. ദെൻ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ലിമിറ്റ് n tends to infinity 1 by ഇൻഫിനിറ്റി എന്ന് വരും. 1 by infinity is equal to 0. So energy value finite, power value 0. So this is also energy signal. So ഇത് എന്താണ്? എനർജി സിഗ്നൽ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യനും എനർജി സിഗ്നൽ ആണ്. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. കോസ് സിഗ്നൽ ആണ്. cos 2 pi f naught n. So third question, x of n is equal to cos 2 pi f naught n. അപ്പോൾ ഇതിനെ ഞാനങ്ങ് കോസ് ഒമേഗ നോട്ട് n എന്ന് എഴുതുവാണ്. കാരണം ഒമേഗ എന്ന് പറയുന്നത് 2 pi f ആണ്. ദെൻ എനർജി വാല്യൂ കണ്ടുപിടിക്കുവാണ്. എനർജി ഈസ് ഈക്വൽ ടു സമ്മേഷൻ n ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി മോഡ് ഓഫ് കോസ് ഒമേഗ നോട്ട് n ദ ഹോൾ സ്ക്വയർ മോഡ് ഓഫ് എക്സ് ഓഫ് n ദ ഹോൾ സ്ക്വയർ. സോ ശരിക്കും കോസ് സ്ക്വയർ തീറ്റ എന്ന് എഴുതാം. സമ്മേഷൻ, സോ ദിസ് ഈസ് സമ്മേഷൻ n ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി കോസ് സ്ക്വയർ ഒമേഗ നോട്ട് n വിച്ച് ഈസ് ഈക്വൽ ടു സമ്മേഷൻ n ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി കോസ് സ്ക്വയർ തീറ്റ എ. സോ ദിസ് ഈസ് കോസ് സ്ക്വയർ തീറ്റ. കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ 1 പ്ലസ് കോസ് 2 തീറ്റ ബൈ 2 എന്ന് എഴുതാം. ദെൻ ഇവിടെ നമുക്കിതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. സമ്മേഷൻ n ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി 1 ബൈ 2 പ്ലസ് സമ്മേഷൻ n ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി 1 ബൈ 2 ഇൻറ്റു കോസ് 2 ഒമേഗ നോട്ട് n. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ 1 ബൈ 2നെ മൈനസ് ഇൻഫിനിറ്റി മുതൽ ഇൻഫിനിറ്റി വരെ 1 ബൈ 2 ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത് ഇൻഫിനിറ്റി ആയി പോകും. സോ ഇൻഫിനിറ്റി പ്ലസ് ദിസ് ടേം വിൽ ബി ഇൻഫിനിറ്റി. സോ ഇതിൻ്റെ ആൻസർ ഇൻഫിനിറ്റി ആണ്. ദെൻ നമുക്ക് പവർ കണ്ടുപിടിച്ച് നോക്കാം. പവറിൻ്റെ എക്സ്പ്രഷൻ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 ബൈ 2n പ്ലസ് 1 സമ്മേഷൻ n ഈസ് ഈക്വൽ ടു മൈനസ് n ടു n മോഡ് ഓഫ് കോസ് ഒമേഗ നോട്ട് n ദ ഹോൾ സ്ക്വയർ. അപ്പോൾ എക്സ് ഓഫ് n ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. ദിസ് ഈസ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 ബൈ 2n പ്ലസ് 1. അപ്പോൾ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ n ഈസ് ഈക്വൽ ടു മൈനസ് n ടു n. ഇതിനെ കോസ് സ്ക്വയർ തീറ്റ, അതായത് 1 പ്ലസ് കോസ്
2 omega naught n by 2 എന്ന് എഴുതാം. Then this is equal to limit n tends to infinity 1 by 2n plus 1. ഇതിനെ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ this is summation n is equal to minus n to n 1 by 2 plus summation n is equal to minus n to n cos 2 omega naught n by 2 ഉണ്ട്. അത് ഞാൻ ഇനി വെളിയിലെടുത്തു. സോ ഇങ്ങനെ എഴുതാം. സോ ഇതിനെ നമുക്ക് സമ്മേഷൻ ലിമിറ്റ് n tends to infinity 1 by 2n plus 1. അപ്പോൾ ഈ സമ്മേഷൻ ഈ 1 by 2നെ ഇനി സമ്മേഷന് വെളിയിലെടുത്താൽ ഇത് 1 ആണ്. മൈനസ് n to n 1നെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 2n plus 1 ആണ്. സോ ഇതിനെ നമുക്ക് 1 by 2 കോമൺ എടുത്തിട്ട് സമ്മേഷൻ മൈനസ് n to n 1 എന്ന് പറയുന്നത് എത്രയാണ്? 2n plus 1 ആണ്. അത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. 1നെ ആഡ് ചെയ്യുമ്പോൾ ശരിക്കും ഇങ്ങനെയാണ്. 0ൽ 1 then 1 etc 2 etc up to n. അതുപോലെ തന്നെ -1 etc up to -n. ഈ 1നെ എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 2n plus 1 ആയിരിക്കും. സോ 1 by 2 into 2n plus 1 എന്ന് വരും. ഇതിൻ്റെ വാല്യൂ ഇതൊരു ആവറേജ് വാല്യൂ, കോസിൻ്റെ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. സോ ഇതൊരു ഈവൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇതിൻ്റെ ആവറേജ് വാല്യൂ 0 ആണ്. സോ ഈ ടേം എന്ന് പറയുന്നത് 0 ആയിട്ട് നമുക്ക് എഴുതാം. സോ ഇങ്ങനെ നമുക്ക് എക്സ്പ്രഷൻ കിട്ടും. സോ ഇങ്ങനെ എക്സ്പ്രഷൻ കിട്ടിക്കഴിയുമ്പോൾ നമുക്കിവിടെ ക്യാൻസൽ ചെയ്യാം. ഈ 2n plus 1 നമുക്ക് ക്യാൻസൽ ചെയ്ത് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 1 by 2 എന്ന് കിട്ടും. സോ പവർ 1 by 2 എനർജി ഇൻഫിനിറ്റി. സോ ദിസ് ഈസ് പവർ സിഗ്നൽ. സോ എനർജിയും പവറും വെച്ചിട്ട് നമുക്ക് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടത്. ഇനി മോഡ്യൂൾ 1ൻ്റെ 11A 11B കണ്ടു. ഇതിന് നമുക്കൊരു ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, ആ ഓർ ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.